1.5 വർഷക്കാലം, കൃത്യമായി പറഞ്ഞാൽ കുറ്റകൃത്യം നടന്ന് 3215 ദിവസത്തിന് ശേഷം സമൂഹം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വളരെ സുപ്രധാനമായ ഒരു കേസിന്റെ വിധി വന്നിരിക്കുന്നു. അതെ, സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിധി. ദിലീപ് കുറ്റക്കാരനല്ല. മലയാള സിനിമയിലെ ഒരു മുൻനിര നടിയെ ഓടുന്ന വാഹനത്തിൽ കയറി വലിയ സാമ്പത്തിക, രാഷ്ട്രീയ, ക്രിമിനൽ സംഘബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രതി ബലാത്സംഗം ചെയ്യണമെങ്കിൽ ഉറപ്പായും അയാളുടെ പിൻപിൽ പ്രബലരായ ആരോ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ കഴിഞ്ഞ 8.5 വർഷക്കാലം ആവർത്തിച്ച് വിശ്വസിക്കുവാൻ ശ്രമിച്ചിട്ടും കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രതി ശരിക്കും പ്രതിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ ആരാണ് പ്രതി? കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വല്ലപ്പോഴും നക്കാപ്പിച്ച ദിവസക്കൂലിക്ക് വണ്ടി ഓടിച്ച് നടന്നൊരുത്തൻ. അവനൊരു സുപ്രഭാതത്തിൽ സിനിമയിലെ അതിപ്രശസ്തയായ സ്ത്രീയെ ആക്രമിക്കുവാനും അവളുടെ ശരീരഭാഗങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുവാനും ഒരു വെളിപാടുണ്ടാകുന്നു. അതുവരെ 10,000 രൂപ ഒരുമിച്ചു കാണാത്തവൻ ആ ഒരൊറ്റ ആഗ്രഹത്തിനു വേണ്ടി ആ സ്ത്രീയുടെ ഡ്രൈവർ അടക്കം 5-8 പേർക്ക് ലക്ഷങ്ങൾ പ്രതിഫലം നൽകി കൂടെ നിർത്തുന്നു. അതുവരെ തികച്ചൊരു 100 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാത്തവനിൽ നിന്നും അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഫ്രീസ് ആയി കിടക്കുന്ന ലക്ഷങ്ങൾ വിട്ടുകിട്ടുവാൻ വേണ്ടി അമ്മയും മകനുമായി കോടതിയെ സമീപിക്കുന്നു. ഈ സംഭവത്തിലൊന്നും യാതൊരു അസ്വാഭാവികതയും നമ്മുടെ കോടതിക്ക് തോന്നിയിട്ടില്ല. ഇത് കേൾക്കുന്ന ഓരോ ഭാരതീയനും, പ്രത്യേകിച്ച് ഓരോ മലയാളിയും, നാളെ ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് എൻ്റെ മകനോ മകളോ അകപ്പെട്ടു പോയാൽ എന്തായിരിക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ളത് എന്ന് മുന്നേ കൂട്ടി കാണുവാൻ പ്രേരിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വിധിയുടെ പശ്ചാത്തല ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. പണവും അധികാരവും സ്വാധീനവും ഉള്ളവർക്കെതിരെ രാജ്യത്തെ ഒരു നിയമത്തിനും ഒരു ചുക്കും ചെയ്യുവാനാകില്ല എന്ന് നീതിപീഠങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. സമൂഹ മനസാക്ഷി ഒരുമിച്ച് വിലപിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത്. എല്ലാ കോടതിയും രണ്ടു ഭാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പുറത്താണ് പ്രവർത്തിക്കുന്നത്. തങ്ങളെ കേൾക്കുകയും നീതിയുക്തമായ നിയമപരമായ തീരുമാനമെടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്താൽ തന്നെയാണ് ഓരോ കക്ഷികളും അവരെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും കോടതിയിലേക്ക് എത്തുന്നത്. പോലീസും പട്ടാളവുമല്ല കോടതിയുടെ ബലം, നീതിബോധമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം തകർന്നു പോയാൽ തോൽക്കുന്നത് കേവലം ചില കക്ഷികളല്ല, പകരം തോൽക്കുന്നത് നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. ഒട്ടനവധി അത്യപൂർവ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കേസ് ആയിരുന്നു ഇത്. രാമൻപിള്ള അസോസിയേറ്റ്സ് 20 അംഗ സംഘ വിചാരണാ കോടതിയിൽ പൾസർ സുനിയുടെ പീഡനത്തേക്കാൾ അതിജീവിതയെ വിചാരണയുടെ പേരിൽ അപമാനിച്ചപ്പോൾ, വലിച്ചു കീറിയപ്പോൾ അത് കേട്ട് ആസ്വദിച്ച ജഡ്ജിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് 2 പ്രോസിക്യൂഷൻ വക്കീൽമാർ രാജിവെച്ചു. അത്യപൂർവമായ ഒരു കേസ്. ഏറ്റവും സുരക്ഷിതത്വമുള്ള ഇടം എന്ന് നാം കരുതുന്ന കോടതി, ആ കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറുകയും ആ മെമ്മറി കാർഡ് ചോർന്നു പോവുകയും ചെയ്തു. അത് എങ്ങനെ സംഭവിക്കും? അത് എങ്ങനെ ചോർന്നുപോയി എന്നും അതിൻ്റെ പിൻപിൽ ആരായിരുന്നു അവതരിപ്പിച്ചതെന്നും അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും ഇല്ലാതെ, ഉത്തരവുമിടാതെ ഒരു കോടതി ഒരു കേസ് ഒടുവിൽ വിചാരണക്കിടയിൽ തന്നെ തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് ക്രൂരമായി കുറ്റകൃത്യത്തിന് ഇരയായ സ്ത്രീ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും നാം കേട്ടു. വക്കാലത്ത് ഏറ്റെടുത്തതിന് ശേഷം വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വക്കീൽ ഇടയ്ക്ക് വെച്ച് കേസ് ഇട്ടിട്ട് പോകുമ്പോൾ എന്താണ് സാധാരണക്കാരൻ വിചാരിക്കേണ്ടത്? അതെ, വക്കീൽ കൂറുമാറി. എന്നാൽ രാജിവെച്ചു പോയ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് എതിരായി സമൂഹം ഉയർത്തിയ ചോദ്യങ്ങളോട് അവർ പ്രതികരിച്ചത് കോടതിക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ കോടതി കൂറുമാറി എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു. ആ വാക്കുകൾ കേട്ട കേരള ജനതയിൽ അല്പമെങ്കിലും വെളിവും ബോധവുമുള്ളവർ അന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, അനധിവിദൂര ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന വിധി എന്തായിരിക്കുമെന്ന്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി കോടതി മുറിയിലേക്ക് കടന്നു വരുമ്പോൾ വിധി പറയേണ്ട ജഡ്ജി എഴുന്നേറ്റു നിന്ന് എന്ന് പറയുമ്പോൾ എത്ര ഭയാനകമായ ഒരു അവസ്ഥയാണത്. കുറ്റാരോപിതനിൽ സെലിബ്രിറ്റിയെയും സ്വാധീന ശക്തിയെയും ബഹുമാന പുരസ്കാരം ദർശിക്കുന്ന ജുഡീഷ്യറിയെ എന്തു വാക്കുകൊണ്ടാണ് നാം വിശേഷിപ്പിക്കേണ്ടത്? എന്തായാലും എല്ലാത്തിനും ഒടുവിൽ പരാതിക്കാരിയായ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ളത് കോടതി വിശ്വസിച്ചു.
അതും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആവില്ല. പകരം മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാവാം. അങ്ങനെയാണെങ്കിൽ ആ പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുവാൻ ആ സമയത്ത് അയാൾക്ക് മനസ്സ് തോന്നിയതിൽ അയാളോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. അല്ലായിരുന്നെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ആരോപണം പോലും അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തിവിരോധം തീർക്കുവാൻ വേണ്ടി അവൾ കെട്ടിച്ചമച്ച കള്ളക്കഥയാണ് ഇതെന്നും അവിടെ വാദിക്കപ്പെട്ടേനെ. ഈ കോടതി അതും ചിലപ്പോൾ വിശ്വസിച്ചേനെ. എന്തായാലും 8.5 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ അവൾ പരാജയപ്പെട്ടു. ഇപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ തെളിവായിട്ടുള്ള കോടതിക്ക് അതൊരു തെളിവായി തോന്നിയിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ തെളിവായിട്ടുള്ള ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അത് അവർ ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ സമർപ്പിച്ച സീൽഡ് കവറിലുള്ള ആക്രമണ ദൃശ്യങ്ങൾ 3 തവണ ദുരൂഹമായി കോടതി ജീവനക്കാരൻ ഓപ്പൺ ചെയ്യപ്പെട്ടു. രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് അപൂർവം. എന്തിന് അത് തുറന്നു? ആര് തുറന്നു? അത് എന്തിനു വേണ്ടി പരിശോധിച്ചു? ഉദ്ദേശം എന്തായിരുന്നു? കോടതി അറിയാതെ എന്തിന് അത് ചെയ്തു? കോടതിക്ക് അതേക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു ഉത്തരവും പുറപ്പെടുവിക്കുവാൻ പോലും കോടതിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. പൾസർ സുനിയുമായി തനിക്ക് മുൻപരിചയമില്ല എന്ന് പറയുന്ന ദിലീപ് സുനിക്ക് അയച്ച 1 ലക്ഷം രൂപ എന്തിനു വേണ്ടിയായിരുന്നു? ദിലീപാണ് തനിക്ക് പണം നൽകിയതെന്നും തന്നെക്കൊണ്ട് ഈ കെട്ടുകഥകൾ ഏറ്റെടുപ്പിക്കുകയായിരുന്നു എന്നും ഈ കുറ്റകൃത്യം തന്നെക്കൊണ്ട് ചെയ്യിച്ചത് ദിലീപ് തന്നെയാണെന്നും അയാൾ തുറന്നു പറയുന്നു. അതിൽ മാഡം എന്ന് വിശേഷിപ്പിക്കുന്നത് കാവ്യയാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും സുനി പറഞ്ഞിട്ടും അതേക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? ഇനി അങ്ങനെ കള്ളം പറഞ്ഞതാണെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് പറഞ്ഞത്? മറ്റു പല കേസുകളിലും പ്രതിയാക്കപ്പെട്ടവരുടെ ടവർ ലൊക്കേഷനുകൾ ഒരു നിർണായക തെളിവായി കോടതി സ്വീകരിക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് അത് മുഖവിലയ്ക്ക് എടുക്കാതെ പോയത്? ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഈ കോടതിയുമായി ദിലീപ് എന്ന പ്രതിയെ ലിങ്ക് ചെയ്യുന്ന സുപ്രധാനമായ തെളിവാണ്. എന്നിട്ടും കോടതിക്ക് എന്തുകൊണ്ടാണ് അതൊരു തെളിവായി കാണുവാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് നിരന്തരമായി സാക്ഷികൾ ഓരോരുത്തർ കൂറുമാറിക്കൊണ്ടിരിക്കുന്നത്? ചോദ്യങ്ങൾ ഒട്ടനവധിയാണ്. പക്ഷെ അതിലൊന്നും മറുപടി ഉണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ എല്ലാ മറുപടികൾ ആരുടെയും വിശദീകരണം കൂടാതെ സ്വമേധയാ മനസ്സിലാക്കുവാൻ കഴിയുന്ന കേരള ജനത ശരിക്കും ഇവിടെ അമ്പരന്നു നിൽക്കുകയാണ്. ദിലീപിൻ്റെ ഫോണിലെ ചാറ്റുകൾ, ഡിജിറ്റൽ രേഖകൾ, അങ്ങനെയെല്ലാം ഒരു ദിവസം പെട്ടെന്ന് ആവിയായി മുകളിലേക്ക് പറന്നുപോയി. എന്തുകൊണ്ടാണ് ഇത് റിക്കവർ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്തു കളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ താരരാജാവിൻ്റെ മറുപടി അത് വേറൊരു രസത്തിനായിരുന്നു എന്നാണത്രേ. കോടതിക്ക് ആ മറുപടിയിൽ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളിനെ അയാൾ അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് ആദരവുകളോട് കൂടി ആനയിച്ച് അകത്തേക്ക് കയറ്റണം എന്ന് പോലും തോന്നി. അതുകൊണ്ടു തന്നെ ആവാം പണം, അധികാരം, സ്വാധീനം, അതിനു മുകളിൽ പൂവിതൾ പോലും കൊഴിഞ്ഞു വീഴുന്ന നീതി സംവിധാനമാണ് നമ്മുടേത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ആവർത്തിച്ച് കേരള ജനത ആർത്തലച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, അത് ഏത് കൊമ്പനാണെങ്കിലും. ഇത്തരം ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തിയേ മതിയാവൂ എന്നുള്ള ശബ്ദം ആർത്തലച്ചു കൊണ്ടിരിക്കുന്നത്.